ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് വളരെ ടേസ്റ്റി ആയിട്ടുള്ള കുടംപുളി ഇട്ട റെഡ് കളർ മീൻ കറി എങ്ങനെ തയ്യാറാക്കാൻ നോക്കാം. മീൻ മുളകിട്ടതെന്നാണ് പറയാറ്. അപ്പോൾ നല്ല സ്പൈസി ആയിട്ടുള്ള റെഡ് കളർ ഫിഷ് കറി എങ്ങനെ തയ്യാറാക്കാമെന്ന് നോക്കാം. നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അതിനുവേണ്ടി ഞാൻ 3 മീനാണ് എടുത്തിട്ടുള്ളത്. ഈ മീൻ നന്നായിട്ട് കഴുകി ക്ലീൻ ചെയ്തെടുത്തിട്ടുണ്ട്. ഇതൊന്ന് കട്ട് ചെയ്തിട്ടെടുക്കാം. ഏത് മീൻ വേണമെങ്കിലും ഈ കറി വെക്കാനായിട്ട് എടുക്കാം. ഈ മീനെല്ലാം ഞാൻ കട്ട് ചെയ്തിട്ട് എടുത്തിട്ടുണ്ട്. ഈ മീൻ കറി തയ്യാറാക്കാൻ ആവശ്യമായിട്ടുള്ളത് കുറച്ച് വെളുത്തുള്ളി വേണം, ഇഞ്ചി വേണം, 2 കൊച്ചുള്ളി വേണം. വെളുത്തുള്ളി ഞാൻ കുറച്ച് കൂടുതൽ എടുത്തിട്ടുണ്ട്. ഈ വെളുത്തുള്ളി, ഇഞ്ചി, കൊച്ചുള്ളി നമുക്ക് തൊണ്ട് കളഞ്ഞിട്ട് വൃത്തിയാക്കിയിട്ട് എടുക്കണം. ഞാൻ ക്ലീൻ ചെയ്തെടുത്തിട്ടുണ്ട്. നന്നായിട്ട് വാഷ് ചെയ്തതിന് ശേഷം വളരെ ചെറുതായിട്ട് നുറുക്കിയെടുക്കുക, അല്ലെങ്കിൽ ചതച്ചെടുത്താലും മതിയാകും. ഈ മീൻ കറിക്ക് ആവശ്യമായിട്ടുള്ള മസാലപ്പൊടികൾ എടുത്ത് വെക്കുക. അതിന് വേണ്ടിയിട്ട് ഈ സ്പൂണിൽ ഒരു 3.5 സ്പൂൺ മുളക് പൊടി ഞാൻ എടുക്കുന്നുണ്ട്. രണ്ട് സ്പൂൺ മല്ലിപ്പൊടി, ഒരു 1/4 സ്പൂൺ മഞ്ഞൾപ്പൊടി എടുക്കുന്നുണ്ട്. അതുകൂടാതെ ഒരു കുറച്ച് കുരുമുളക് പൊടിയും കൂടി ഞാൻ ഇതിൽ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പം മീൻകറി തയ്യാറാക്കാനായിട്ട് ഞാനൊരു മൺചട്ടി ചൂടാകാൻ വെച്ചിട്ടുണ്ടായിരുന്നു. അതിലേക്ക് ആവശ്യത്തിന് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണ ഒന്ന് ചൂടായി വരുമ്പോഴേക്ക് നമുക്ക് കടുക് ചേർത്ത് കൊടുക്കണം. കടുക് ഒന്ന് പൊട്ടി വരുമ്പോഴത്തേക്ക് അതിലേക്ക് കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കുക. കറിവേപ്പില ഒന്ന് മൊരിഞ്ഞ് വരുമ്പോഴത്തേക്ക് അതിൽ നമ്മൾ നേരത്തെ എടുത്ത് വെച്ചിരിക്കുന്ന ഇഞ്ചി, വെളുത്തുള്ളി, കൊച്ചുള്ളി ചെറുതായിട്ട് നുറുക്കി ഇടാം, അല്ലെങ്കിൽ ചതച്ച് ചേർത്ത് കൊടുക്കാം. അത് ഈ എണ്ണയിലേക്ക് ചേർത്ത് കൊടുത്ത് നന്നായിട്ട് അതൊന്ന് മൊരിഞ്ഞ് വരണം. കൊച്ചുള്ളിയും വെളുത്തുള്ളിയും ഇഞ്ചിയൊക്കെ നല്ല ബ്രൗൺ കളറായി വന്നിട്ടുണ്ട്, നല്ല മണമൊക്കെ വന്നിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന മസാലപ്പൊടി കൂടി ചേർത്ത് കൊടുക്കുക. നന്നായിട്ട് ഇളക്കി കൊടുക്കണം. തീ കുറച്ച് വെച്ചതിന് ശേഷം ഈ പൊടിയുടെ പച്ചമണം മാറി വരുന്നത് വരെ നന്നായിട്ട് ഇളക്കി കൊടുക്കുക. ആ പൊടി കരിഞ്ഞു പോകാതെ ശ്രദ്ധിക്കണം കേട്ടോ. തീ വളരെ ലോയിലാണ് ഞാൻ വെച്ചിരിക്കുന്നത്. അപ്പോൾ ഈ പൊടിയൊക്കെ നന്നായിട്ട് മുരിഞ്ഞ് വരാൻ വേണ്ടിയിട്ട് ഏകദേശം 3-4 മിനിറ്റോളം എടുക്കും ഇതിൻ്റെ പച്ചമണം മാറി വരാനായിട്ട്. അതുവരെ ഇത് തുടരെ ഇളക്കി കൊടുത്തുകൊണ്ട് തന്നെ ഇരിക്കണം. ഈ മസാലയുടെ പച്ചമണം മാറി വന്നു കഴിഞ്ഞാൽ അതിലേക്ക് നമുക്ക് ആവശ്യത്തിന് വെള്ളം ചേർത്ത് കൊടുക്കാം. മീൻകറിക്ക് വേകാൻ വേണ്ടിയിട്ട് ആവശ്യത്തിനുള്ള വെള്ളം അതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് ഈ മസാലയും ആ വെള്ളം കൂടെ ചേർന്നിട്ട് നന്നായിട്ട് തിളച്ച് വരണം. അതിന് ശേഷമാണ് നമ്മൾ മീൻ കഷ്ണങ്ങൾ ഇട്ട് കൊടുക്കാനായിട്ട് പോകുന്നത്. ഇതിലേക്ക് തന്നെ ഞാൻ കുടംപുളിയും ഉപ്പും ചേർത്ത് കൊടുക്കുന്നുണ്ട്. കുടംപുളി ചെറുതാണെങ്കിൽ ഒരു 6 പീസ് എടുക്കാം, വലുതാണെന്നുണ്ടെങ്കിൽ ഒരു 3 എണ്ണം മതിയാകും. അതും കൂടി ഇതിലേക്ക് മസാലയിലേക്ക് ഇട്ട് കൊടുക്കാം. അതുകൂടാതെ ഇത് മീൻകറിക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം. ഉപ്പ് ചേർത്ത് കൊടുത്തതിന് ശേഷം ടേസ്റ്റ് ചെയ്ത് നോക്കാൻ വേണമെങ്കിൽ നമുക്ക് ഉപ്പ് പാകത്തിനാണോ എന്നുള്ളത് ഈ വെള്ളം ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ അറിയാൻ വേണ്ടി പറ്റും. ഞാൻ കുറച്ച് കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പം ഈ വെള്ളം നന്നായിട്ട് ഈ മസാല തിളച്ച് വരുമ്പോഴേക്ക് നമുക്ക് വെയിറ്റ് ചെയ്യാം.
അപ്പോൾ നന്നായിട്ട് തിള വന്നിട്ടുണ്ട്. ഇതിലേക്ക് ഓരോ മീൻ കഷ്ണങ്ങൾ വെച്ച് ഇട്ട് കൊടുക്കാം. ഈ ചാറിൽ മീൻ കഷ്ണങ്ങൾ മുങ്ങുന്ന രീതിയിൽ വേണം ഇട്ട് കൊടുക്കാനായിട്ട്. അപ്പോൾ മീൻ കഷ്ണങ്ങളെല്ലാം ഞാൻ ഈ കറിയിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇതിന് ശേഷം തീ കൂട്ടി വെച്ച് നന്നായിട്ട് തിളയ്ക്കണം. ഒന്നുകൂടി നന്നായിട്ട് തിള വന്നതിന് ശേഷം ഒരു 10-15 മിനിറ്റോളം ചെറിയ തീ വെച്ചതിന് ശേഷം ഈ മീൻ കറി വേവിച്ച് വറ്റിച്ച് വേണം എടുക്കാനായിട്ട്. അപ്പോൾ ഈ മീൻകറി നന്നായിട്ട് തിളച്ച് അതിൻ്റെ ചാറൊക്കെ വറ്റി വന്നിട്ടുണ്ട്. എണ്ണയൊക്കെ മുകളിൽ തെളിഞ്ഞ് വന്നിട്ടുണ്ട്. നമ്മുടെ മീൻകറി ഏകദേശം തയ്യാറായിട്ടുണ്ട്. ഇതിലേക്ക് ഏറ്റവും അവസാനമായിട്ട് കുറച്ച് ഉലുവാപ്പൊടി ചേർത്ത് കൊടുക്കുക. അതിനുശേഷം ഞാൻ കുറച്ച് കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇത്രയേ ഉള്ളൂ. നമ്മുടെ സ്വാദിഷ്ടമായ ഫിഷ് കറി ഇവിടെ തയ്യാറായിട്ടുണ്ട്. എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെന്ന് കരുതുന്നു. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ ബൈ.